അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ അവസാനത്തെ വഹദയിലാണിപ്പോൾ ഉള്ളത്. നമ്മൾ അവസാനത്തെ യൂണിറ്റാണിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വഹദയിലെ നമ്മുടെ കൂട്ടുകാരൻ ആരായിരുന്നു? നല്ലൊരു കുട്ടിയായ ജവാദാണ് ഈ യൂണിറ്റിലെ നമ്മുടെ കൂട്ടുകാരന്. നല്ലൊരു കുട്ടിയായ ജവാദ് സ്കൂളിൽ നിന്നും യാത്ര പറഞ്ഞു പോകുമ്പോൾ നല്ലൊരു സന്ദേശം തൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുത്താണ് അവന് പോകുന്നത്. എന്തിനെ കുറിച്ചായിരുന്നു അവൻ പറഞ്ഞത്? അവന് വൃത്തിയെക്കുറിച്ച്, നളാഫത്തിനെ കുറിച്ച് പറയുന്ന നശീദയാണ് പാടിയത്. ആ നശീദയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. നളാഫത്ത്, വൃത്തിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് പേജ് 84, 85 ഇവയിലൂടെ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നോക്കൂ, നഖ്റഉ നമുക്ക് വായിക്കാം. നളാഫത്ത്, വൃത്തി അല്ലേ? നളാഫത്ത് എന്ന് പറഞ്ഞാൽ വൃത്തി എന്നാണ്. നളഫ എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കി. നളിഫ് എന്ന് പറഞ്ഞാൽ നീ വൃത്തിയാക്ക്. നമ്മൾ ഒരാളോട് പറയാണ് നളിഫ്, നീ വൃത്തിയാക്ക്. ഇവിടെ നളിഫു അല്ലേ, നിങ്ങൾ വൃത്തിയാക്കുവിൻ അല്ലേ? ഒരുപാട് ആളുകളോടാണ് പറയുന്നത് നിങ്ങൾ വൃത്തിയാക്കൂ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, പേജ് നമ്പർ 84, 84ാമത്തെ പേജിൽ നിങ്ങൾ കണ്ടല്ലോ, നളിഫു അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? നിങ്ങൾ വൃത്തിയാക്കൂ. അവിടെ ചിത്രങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. അൽ അസ്നാൻ, മനുഷ്യ ശരീരത്തിലെ 2 അവയവങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? അൽ അസ്നാൻ, പല്ലുകൾ. സിന്നുൻ എന്ന് പറഞ്ഞാൽ ഒരു പല്ല്, അതിൻ്റെ ബഹുവചനമാണ് അസ്നാൻ, പല്ലുകൾ. അപ്പോൾ അല്ലിസാൻ, അടുത്തതെന്താ? അല്ലിസാൻ, നാവ്. അടുത്തത് അൽ ഇനാൾ, ഇനാൾ എന്ന് പറഞ്ഞാൽ പാത്രം. അൽ ഫിനാൾ, ഫിനാൾ എന്ന് പറഞ്ഞാൽ മുറ്റം. നളിഫു ചേർത്ത് കൊണ്ട് വാചകങ്ങൾ ഉണ്ടാക്കണം. നളിഫു അൽ അസ്നാൻ എങ്ങനെ ഉണ്ടാക്കും? നളിഫു ചേർത്ത് ഈ ചിത്രങ്ങളുടെ പേരുകൾ നമുക്ക് പറയണം. അങ്ങനെയാണ് വാചകങ്ങൾ ഉണ്ടാക്കേണ്ടത്. എങ്ങനെയാണ്? നളിഫു അൽ അസ്നാൻ, നിങ്ങൾ പല്ലുകൾ വൃത്തിയാക്കൂ. നിങ്ങൾ നാവ് വൃത്തിയാക്കൂ എന്ന് എങ്ങനെ പറയും? നാവ് അല്ലേ? നാവിനെന്താ പഠിച്ചത്? ലിസാൻ. നാവ് വൃത്തിയാക്കൂ എന്നുള്ളതിന് നളിഫു അൽ ലിസാൻ. അടുത്തത് പാത്രം വൃത്തിയാക്കൂ എന്ന് നമുക്ക് എങ്ങനെ പറയാം? നളിഫു അൽ ഇനാൾ, നളിഫു അൽ ഫിനാൾ, മുറ്റം വൃത്തിയാക്കൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലായല്ലോ. ഇതുപോലെ നളിഫു ചേർത്ത് ഒരുപാട് വാചകങ്ങൾ നിങ്ങൾ നോട്ട് ബുക്കിൽ ഉണ്ടാക്കി നോക്കണം. മനസ്സിലായോ? നളഫ എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കി. നളിഫു നിങ്ങൾ വൃത്തിയാക്കൂ. നളിഫു വെച്ച് നമുക്ക് ഒരുപാട് വാക്കുകൾ ഉണ്ടാക്കാം അല്ലേ? ഉദാഹരണത്തിന് നളിഫു അൽ ബുസ്താൻ, നിങ്ങൾ പൂന്തോട്ടം വൃത്തിയാക്കൂ. നളിഫു അൽ ബൈത്ത്, നിങ്ങൾ വീട് വൃത്തിയാക്കൂ. ഇതുപോലെ നമ്മൾ പഠിച്ച ഒരുപാട് വാക്കുകൾ വെച്ച് നമുക്ക് വാചകങ്ങൾ നിർമ്മിക്കാൻ കഴിയും. ഇനി പേജ് നമ്പർ 85 നോക്കൂ. നമ്മൾ പേജ് 84 പഠിച്ചതിൻ്റെ തുടർ പ്രവർത്തനമാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. നള്ളിം, നള്ളിം എന്ന് പറഞ്ഞാൽ പദ്യം. നള്ളിം, നമുക്ക് പദ്യം നിർമ്മിക്കാം. അവിടെ 3 വരിയുണ്ട് അല്ലേ?
ആ വരി നമ്മൾ നിർമ്മിക്കണം. എങ്ങനെയാണ് നമ്മൾ നിർമ്മിക്കുക? നോക്കൂ, ഒന്നാമത്തെ വരി നോക്കൂ. നല്ലിഫൂ നല്ലിഫൂ നല്ലിഫുൽ അസ്നാൻ. അല്ലേ? നല്ലിഫൂ, നിങ്ങൾ വൃത്തിയാക്കുവിൻ, നിങ്ങൾ വൃത്തിയാക്കുവിൻ. നല്ലിഫുൽ അസ്നാൻ, നിങ്ങൾ പല്ലുകൾ വൃത്തിയാക്കുവിൻ. അടുത്ത വരിയിൽ എന്തെഴുതും? നമ്മൾ 84-ാമത്തെ പേജിൽ പഠിച്ച ചിത്രങ്ങളുണ്ട് അല്ലേ? ഒന്നാമത്തത് പല്ലാണ്. അടുത്തതോ? അടുത്തത് ഏതാ? നാവിന് അല്ലേ? ലിസാനാണ്. അപ്പോൾ നമുക്ക് ആ വരിയിൽ എങ്ങനെ എഴുതാം? നല്ലിഫൂ നല്ലിഫൂ നല്ലിഫുൽ ലിസാൻ. മനസ്സിലായല്ലോ? അതുപോലെ അടുത്ത ചിത്രത്തിന് എന്ത് പറയും? പാത്രത്തിന് എന്താ നമ്മൾ പഠിച്ചത്? ഇനാ. ഇനാ എന്ന് പറഞ്ഞാൽ പാത്രം. നിങ്ങൾ വൃത്തിയാക്കുവിൻ, വൃത്തിയാക്കുവിൻ, പാത്രം നിങ്ങൾ വൃത്തിയാക്കുവിൻ. അതുപോലെ തന്നെ അടുത്ത വരിയിൽ നല്ലിഫൂ നല്ലിഫൂ നല്ലിഫുൽ, മുറ്റത്തിന് എന്താ പഠിച്ചത്? മുറ്റത്തിന് ഫിനാ, മുറ്റം നിങ്ങൾ വൃത്തിയാക്കുവിൻ. അടുത്ത ഈ കാണുന്ന 3 വരിയിലും പേജ് 84-ലെ 3 ചിത്രങ്ങൾ വെച്ച് നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. മനസ്സിലായല്ലോ? നല്ലിഫൂ നല്ലിഫൂ എന്ന് എല്ലാ വരിയിലും എഴുതണം. അടുത്ത ഭാഗത്ത് 84-ലെ ചിത്രങ്ങളുടെ പേര് വെച്ച് എഴുതണം. മനസ്സിലായല്ലോ? ഇനി നോക്കൂ. നക്തശിഫു അൽഫാദൽ മുക്കററ മിൻ അലാമത്തിൽ ഈമാൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അലാമത്തുൽ ഈമാൻ എന്ന് പറയുന്ന കവിതയിൽ ആവർത്തിച്ച് വരുന്ന പദങ്ങളുണ്ട്. മനസ്സിലായല്ലോ? ആവർത്തിച്ച് വരുന്ന, മുക്കററ എന്ന് പറഞ്ഞാൽ ആവർത്തനാണ്. ആവർത്തിച്ച് വരുന്ന വരികളുണ്ട്. ആവർത്തിച്ച് വരുന്ന പദങ്ങൾ ലഫ്ലുകളാണ്, അൽഫാദുകളാണ്, പദങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടെത്തണം. അപ്പോൾ നമുക്ക് ആ പദ്യം ഒന്നും കൂടി ഒന്ന് എടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ആ പദ്യം ഒന്ന് നോക്കൂ. മനസ്സിലായോ? ഏത് പദമാണ് അതിൽ ആവർത്തിച്ച് വരുന്നതെന്ന്? ഏതാണ്? എല്ലാ വരിയിലും കാണുന്ന തനല്ലഫൂ. ഏതാണ്? തനല്ലഫൂ. തനല്ലഫൂ എന്ന് ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് വന്നു. അതേപോലെ തന്നെ 2 പ്രാവശ്യം വന്ന വാക്ക് ഏതാണ്? നലാഫത്ത്. തനല്ലഫൂ, നലാഫത്ത്. ഇവ രണ്ടും ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ എഴുതണം. മനസ്സിലായല്ലോ? ആവർത്തിച്ച് വരുന്ന പദമാണ് എഴുതാനുള്ളത്. അപ്പോൾ അലാമത്തുൽ ഈമാൻ എന്ന് പറയുന്ന 83-ാമത്തെ പേജിലെ നശീദ നിങ്ങൾ പാടി നോക്കുക. അതിൽ ആവർത്തിച്ച് വരുന്ന പദം ഏതാണെന്ന് കണ്ടെത്തുക. അതാണ് നിങ്ങൾ 85-ാമത്തെ പേജിൽ എഴുതേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ നലാഫത്ത്, വൃത്തിയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. നല്ലിഫൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വൃത്തിയാക്കുവിൻ. നല്ലിഫൂ വെച്ച് നിങ്ങൾ ഒരുപാട് വാചകങ്ങൾ നിങ്ങൾ നോട്ട് ബുക്കിൽ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും.